ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ ഇന്ന് ജോസ്പി സാറിന് ഡിസ്ചാർജ്. യാ പോവാ ടു ഹോം. 1.5 മാസം വീട്ടിൽ. ഞങ്ങൾ ചിക്കമംഗളൂരൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ പോകണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് വന്നു. എല്ലാം കുളമായി. സാറും പുതിയ വണ്ടി എടുത്തിട്ട് എവിടെയും പോയിട്ടില്ല. ഞങ്ങൾ എന്നാൽ എല്ലാവരും കൂടെ എൻഡോറിനൊക്കെ പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പം കമ്പനി എടുത്ത് വെച്ചാൽ ഇനി അടുത്ത പരിപാടി പറഞ്ഞിട്ട് കാര്യമില്ല. പാത്രങ്ങൾ ഇത്രേ ഉള്ളൂ. 1 2 ഇതാ ഇത് എന്നാ 1. പിന്നെന്നാ ഈ പാത്രം, ഒരു ബാഗ് പോയപ്പെടുത്ത് വെച്ചു. പിന്നെ കുപ്പികൾ, എക്സ്റേയും കൂടെ അതിൻ്റെ അകത്ത് എടുത്ത് വെച്ചേ. പിന്നെ ഏത് പാത്രം അവരുടെ എടുത്തിയാണ് അവിടെ തന്നെ വെച്ചാൽ മതി. അവരെടുത്തോളൂ. നീയാണോ മേടിച്ചേ? ഓക്കെ, അത് കൊടുത്തരാം. 2 പ്രാവശ്യം റൂം മാറിക്കറി കേട്ടോ. പാവം ഒരു അപ്പച്ചനും അമ്മച്ചേതിൻ്റെ ഒന്നും പറ്റില്ല. പിന്നെ ഒരു ചെറിയ സംഭവം നടന്നു. ഞാനൊന്ന് ഇരുന്നതാണ്, ഒരു കസേര പൊട്ടിപ്പോയി. പൊട്ടിപ്പോയി. ഞാൻ പിന്നെ ഇവിടെ ചാരി വെച്ചു. അല്ല, നമ്മൾ പറഞ്ഞല്ലോ ഞാൻ ഒരു മാറ്റുമായിരിക്കും. നമ്മുടെ വേറെ ഒന്നും ഇല്ലല്ലോ. ഈ സാറാട്ടോ ഞങ്ങൾക്ക് ഈ സംശയരോഗം തന്നെ. ഈ തപ്പൽ തുടങ്ങി. നീ കണ്ടോ, ഇതാണ് ഞാൻ ഈ ഹോട്ടൽ എടുക്കില്ലാത്ത. സാറിന് വണ്ടി കൂട്ടിക്കഴിഞ്ഞാൽ ഈ നോക്കല് കാരണം അതന്നെ ഇപ്പൊ എന്റെ അവസ്ഥ. തപ്പി നടക്കട്ടെ. അല്ലേ, എനിക്ക് ഈ ഹോട്ടൽ റൂം എടുക്കാൻ പറ്റുന്ന മെയിൻ കാരണമാണ്. നേരെ തിരിച്ചു വെക്കണം. ആ, അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഇത് മാറ്റണോ? മാറ്റണ്ടല്ലോ. സാറങ്ങനെ പിടിച്ചോ. സാറൊന്ന് ചാഞ്ഞു കൊടുത്താൽ മതി. അന്ന് കൊളുത്തു കൊടുക്കും. ഒരു സെക്കൻഡ് എടുത്ത് കൊളുത്തു കൊടുക്കും. ഓ സൂപ്പർ. എന്നാ നീറ്റോ. പോകട്ടെ, ഞാൻ പൊങ്ങണോ? കാര്യം താത്തട്ടെ, മൊത്തം താത്തട്ടെ. ഞാൻ കാര്യം മൊത്തം താത്തട്ടെ സാറേ. ഞാൻ വിടുവാണേ, ഞാൻ വിട്ടേ. കാരണം തിരിയാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് പെതിയ മതി. ആ കാലം കുത്തല്ലേ, നല്ല പയ്യ. ഇവിടെ നല്ല വെള്ളத்தைയും പിടിച്ചിട്ടുണ്ട്. മതിയോ? മതിയോ? പിടിച്ചോട്ടാ. സൈഡിലേക്ക് വരുന്നു, അങ്ങോട്ട് വരുന്നു. താത്തിട്ട കുഴപ്പമുണ്ടോ? കാലേ ആ കാലം മേലേക്ക് കയറ്റി കുത്താൻ പറ്റുമോ? ഒരിക്കലും കൈ തന്നെ
ഈ കാല് മാത്രം. ബേക്കിനൊന്ന് സപ്പോർട്ട് കൊടുത്തല്ലേ. ഞാൻ ബേക്ക് പോണോ? അങ്ങനെയല്ല ഞാൻ പിടിയതാ ഇത് മേളില് ഇവിടെ ഇവിടെ പിടിയുണ്ട്. ഈ പൊങ്ങണയില്ലേ അങ്ങനെ അതേ പിടിച്ചാൽ ഇഷ്ടം പോലെ ഈ കാലൊന്ന് മേളിൽ കുത്തിയ ചാര സ്ഥലം കിട്ടിയില്ലേ? മേലോട്ട് കുത്തു. ഈ കാലം എടുത്ത് സ്റ്റെപ്പിലേക്ക് വെച്ചാൽ മതി. ഞാൻ എടുത്ത് വെച്ചോ. പിടിച്ചിട്ട് വേണം അതേ പിടിക്കാൻ പിടിക്കാൻ പറ്റും. പിടിച്ചു. ഗ്ലാസ് ആ കാല് ഞാൻ പൊക്കട്ടെ. തല ഞാൻ എന്നെ പോട്ടെ കുറച്ച് പൊക്കിക്കട പോട്ടെ അതിന് അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. പോട്ടെ 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 ഇനി പോണം. പോട്ടെ പോട്ടെ കുറച്ചും കൂടെ പോട്ടെ. എന്നിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഫ്രണ്ടിലേക്ക് ആക്കട്ടെ സീറ്റ്. ഒന്നും ചെയ്യണ്ട, ബാക്കോട്ടെ ഒന്നും ചെയ്യണ്ട. ഇത് ഇച്ചിരി കൂടെ ആക്കി കഴിഞ്ഞാൽ സ്ഥലം കിട്ടും. ഓക്കെ അല്ലേ? അതും കൂടി എടുത്തു തരുമോ? അങ്ങനെ ഒറ്റയ്ക്ക് അടയ്ക്കല്ലേ? സ്ഥലമുണ്ട്, ഗ്യാപ്പുണ്ട്. ഓക്കെ കേക്ക് സീറ്റേല് നീളത്തിൽ കാല് വെച്ചു. കാല് ഇങ്ങനെ നീളത്തിൽ നീട്ടി വെച്ചിട്ട് ചാരി ഇരിക്കുക. പിന്നെ ഡോറയിലേക്ക് കൂട്ടി ചാരി ഇരിക്കുന്നത്. ഗൈസ് ഫൈനലി സാറ് കയറി. എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാ ഞാൻ ഫ്രണ്ട് സീറ്റിൽ കയറുമെന്ന് പറഞ്ഞില്ലേ? ബേക്ക് സീറ്റിൽ എനിക്കറിയാം, പക്ഷെ അവിടം വരെ സാറ് ഇങ്ങനെ മസിൽ കയറിയാലും പണി കിട്ടുക. ശരിയല്ലേ? ഫ്രണ്ട് സീറ്റ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഫ്രണ്ട് സീറ്റ് നടക്കൂല. എങ്ങനെ കാല് വെക്കുമോ സാറ്? ആ കാല് മടങ്ങൂലല്ലോ. പെതിയെ പോകാൻ പറ്റുള്ളൂ. പെതിയെ. ഇപ്പൊ നമ്മളിങ്ങനെ അഭിരാമിയുടെ അടുത്ത് പോകുന്നുണ്ടോ? അഭിരാമി അടുത്ത് പോയിട്ട് പോവാം അല്ലേ? ചെറിയ പ്രശ്നമുണ്ട്. അഭിരാമി സ്കാനിങ്ങിന് വന്നേക്കുവാണ് അവിടെ ഹോസ്പിറ്റലിൽ. അപ്പോൾ അവളുടെ അടുത്തൊന്ന് പോകണം. എന്നിട്ട് വേണം എനിക്ക് സാറിനെ കൊണ്ടുവിടാൻ പോകാൻ പറഞ്ഞിട്ട് വരാം. അതെ, നമ്മൾ ചെന്നില്ല എന്നുള്ള ഇത് വേണ്ട അല്ലേ ലിബി? കുടുംബ ആസൂത്രണം അല്ല, ആസൂത്രണമല്ല, കുടുംബസൂത്രം. എന്നാ സാറ് സംഭവം? ആവശ്യമില്ലാതെ വാക്കുകൾ മാറിപ്പോയി. സാറേ വെഹിക്കിൽ വരുന്നില്ലേ? കാറ്റ് ഫൈനലി ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രത്തെ തീർന്നു. ആദ്യമായിട്ട് എൻ്റെ കയറി സാറ് ഉദ്ദേശിച്ച കയറൽ ഇതല്ലായിരുന്നു. അല്ല സാറേ, ഇത്രയല്ലേ പറ്റുള്ളൂ സാറേ. ആ പുള്ളിക്കാരൻ ഡോക്ടർ പറഞ്ഞ കേട്ടോ, ഇച്ചയും കൂടെ പൊട്ടലുണ്ടായിരുന്നു, എന്ത് എന്നെ പോലെ ഓപ്പറേഷൻ ചെയ്യേണ്ട വന്നാനെ, മുട്ടുചാട്ടം മാറ്റി വെക്കേണ്ട വന്നാനെ. അവിടെ നമുക്കൊക്കെ തടിയുള്ള ഭയങ്കര പ്രശ്നമാണ് സാറേ. വെയിറ്റ് കുറയ്ക്കണം. പാലത്തിൽ അത്യാവശ്യം നല്ല ബ്ലോക്ക് ആട്ടോ. പിന്നെയാണ് ഇപ്പം ഭയങ്കരമായിട്ട് ബ്ലോക്ക് ഇരുട്ടിയില്. ക്രിസ്മസ് അടുത്തല്ലോ, അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ തിരക്ക്. യെസ്, വേറൊരു കാര്യം സാറേ, ഇരിപ്പ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നല്ല ക്ലിയറാ. കാലോ നീട്ടി, കാല് കുഴപ്പമൊന്നുമില്ല, വേനൊന്നുമില്ല. സാറിന് വയ്യാത്തോണ്ട് ഞാൻ പെരിയെ പോകുന്നുള്ളേ. ഉറപ്പല്ലേ? വേനുണ്ടോ? വേനയില്ല. ഞങ്ങൾക്കാണേലും ആ ഹോസ്പിറ്റലിൽ പോകണം. മൈക്കിളവിടെ പൂര അലമ്പാന്ന് പറഞ്ഞു. അഭിരാമി ടെസ്റ്റിന് പോയേക്കുവാ. അപ്പൊ ടെസ്റ്റ് കഴിഞ്ഞ്, അതായത് ഇന്ന് ടെസ്റ്റാ. അത് എത്ര മാസത്തെ ടെസ്റ്റാ സാറേ? 4 മാസം 3 മാസമായില്ലേ? 3 മാസത്തെ ടെസ്റ്റ്, പിന്നെ 6 മാസത്തിന്, പിന്നെ വേനയുടെ ഗുളി അതൊക്കെ തന്ന ഗുളിയൊക്കെ നോക്കിയാൽ. തന്ന ഗുളിയല്ല നമുക്ക് ഇപ്പുറത്തൂടെ പോവല്ലേ സാറേ? വട്ടിയാന്തോടിന്ന് മണിക്കട വഴി, മറ്റേ വഴി പോയി കഴിഞ്ഞാൽ കൊത്തം കട്ടറല്ലേ? ഏറ്റവും നല്ല വഴിയാണ്, അതിലേ പോവാം. നല്ലത്. ലിബി 2 ദിവസം കൂടിയല്ലേ വീട്ടിൽ പോകുന്നത്? 2 ദിവസം കിടന്നല്ലേ സാറേ? 2 ദിവസം ഫുള്ള് കിടന്നു. 2 ദിവസം ഫുള്ള് കിടന്നു കേട്ടോ. 2 നൈറ്റ് ഫുള്ള് കിടന്നു. വലിയ പിന്നെ അലമ്പോ വലിയ റഷ്നസോ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലാത്ത നല്ലൊരു ഹോസ്പിറ്റല് അല്ല സാറേ. വലിയ ഫെസിലിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത്, എന്നാൽ അത്യാവശ്യം ഇടപെടലാണ്. ഞാൻ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. നേഴ്സുമാരൊക്കെ ഭയങ്കര അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നമ്മൾ വിചാരിച്ച വേറെ കാര്യം, ഇൻഷുറൻസ് ക്ലെയിം ചെയ്തതിൽ പഞ്ഞിയും മറ്റേ കിടക്കയുടെ പൈസ ഒന്നും മേടിച്ചിട്ടില്ല. കറക്റ്റ് എന്താണ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് ആ പൈസ തന്നെ മേടിച്ചു. സാറിന്റെ വേറെ അല്ലേ?
സാറിന് വേറെ ഇൻഷുറൻസ് ഏത് ഇൻഷുറൻസ് ആണെങ്കിലും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവരെ. ആണോ? എക്സ്ട്രാ പൈസ മേടിച്ചില്ല. സാധാരണ എക്സ്ട്രാ പൈസ മേടിക്കുന്നതാണ് ഇപ്പം ബില്ല് തന്നെ. അത് ശരിയാണല്ലോ, സീറോ ഇതല്ലേ? സീറോ കോസ്റ്റ് ആണ്, പക്ഷെ നല്ല പൈസ കുറവാണ്. സാധാരണ എല്ലാം ക്യാഷ്ലെസ് തന്നെയാ, പക്ഷെ ആ ലെസ് ഇല്ലെന്ന് മാത്രം. ഇനിയിപ്പോ ഇവിടുന്ന് സ്കൈ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്കാണ് അവളെടുത്തോട്ടുണ്ട്. അവിടെയാണ് കുട്ടികളെ. ഇവിടെ പിന്നെ ഹോസ്പിറ്റലിന് പഞ്ഞൊന്നുമില്ല, പക്ഷെ എന്തെങ്കിലും എമർജൻസി, ഇരട്ടിയിലൊരു മെയിൻ സംഭവം ഞാൻ പറഞ്ഞു, എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഡോക്ടർമാരുടെ പേനത്തുമ്പിൽ ഒരേ ഒരു സാധനമുള്ളൂ, തലശ്ശേരി അല്ലേ കണ്ണൂർ അല്ലേ? പിന്നെ മറ്റേ സ്ഥലം ഉണ്ടല്ലോ, പരിയാരം മെഡിക്കൽ കോളേജ്. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലെത്തി. ഹായ് ഹായ്. താക്കോൽ കൊടുക്കണം കേട്ടോ, ഇല്ല പണിയാവും. താക്കോൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വണ്ടി മൊത്തം ഇതായി പോകും. എന്നാ താക്കോൽ ഇതാ, എല്ലാം സയറിനടിക്കണം, അൺലോക്ക് ലോക്ക് ചെയ്യണേ. ഇതേ അടുത്ത് കിടക്കണം, അവർ വന്ന് ഇതിനാട്ടോ. ഇനിയിപ്പം ഇവിടുന്ന് നേരെ നമുക്ക് അവിടെ പോയിട്ട് മൈക്കിൾ ഭയങ്കര അലമ്പുണ്ടാക്കുമെന്ന് പറഞ്ഞത്. ഇതിന് ചെറിയ 2-3 പരിപാടികളുള്ളൂ, അതും കൂടെ കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അടുത്ത വരുന്ന വണ്ടിക്ക് വലിയ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ഇത് കഴിഞ്ഞിട്ടേ സാറിനെ കൊണ്ടുവിട്ടിട്ട് വീട്ടിൽ വേണം നമുക്ക് മറ്റേ ക്രിസ്മസ് ട്രീയും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതോടുകൂടി ഞാൻ ക്രിസ്മസിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ പുൽക്കൂട, നാളെ മുതൽ പുൽക്കൂട് ഉണ്ടാക്കി തുടങ്ങണം കേട്ടോ. അവസ്ഥ കാശ് പോയി, അടിപൊളി. ഇതിൽ ഏത് കളിപ്പാട്ടം മേടിക്കാനാ? ഏതാ വേണ്ടേ? ഞാൻ ഫോൺ എടുത്തില്ല, ഫോൺ മേടില്ല. ആയിക്കോട്ടെ. എന്നാ പറഞ്ഞ എത്ര സമയം എടുക്കും? ഏതാടാ വേണ്ടേ? ലിവി ഒന്നുമില്ലല്ലോ, എൻ്റെ പുറകെ വന്നാണ്. മിസൈൽ വേണം, മിസൈല്. നോക്കിയേ, എന്തോ വലിയ സന്തോഷം പോലെയാണ്. ഓരോന്നായിട്ട് എടുക്കുക. സമ്മതിക്കൂല. കണ്ട മാറിക്കടാ. അമ്മ അയ്യേ, വലിയ പ്രശ്നമാണല്ലേ. പിന്നെ അതിൽ ചെറുതൊരെണ്ണം മേടിച്ചു കൊടുക്കുക, വലിയ പ്രശ്നം ഉണ്ടാക്കും. ചെറുത് മുഖം മാറി കരയിക്കണ്ട, ഇറക്കി വെക്ക്, കരയിക്കണ്ട. ഇന്നെന്തായാലും കമന്റ് ബോക്സിൽ തള്ളി വിടുന്ന നോക്കിയവനെ. ഏതാ നിനക്ക് വേണ്ടത് വെച്ചാൽ എടുക്കും. വായിക്കണം, എൻ്റെ പോവാ. 250 രൂപ. പോട്ടെ, പോവാ. അതാ ചേട്ടാ ഒന്ന് കൊടുക്കട്ടെ കയ്യിലെ. ഇതെങ്ങനെ ഇവിടെ കണ്ടുപിടിച്ചേ? അവളോട് തന്നെ പറഞ്ഞു. മതി. വണ്ടി പോട്ടെ. സന്തോഷമായി. പോട്ടെ. ഞങ്ങൾ കൊണ്ടുപോവാണേ, നീ വിളിച്ചാൽ മതി. മമ്മി അവളോട് കൊടുത്ത് നിന്നോ. അവരമ്മ ഞങ്ങൾ പോവാണേടി, നീ വിളിച്ചാൽ മതി. ഞങ്ങൾ മേലെ ഇരിക്കുന്നുണ്ട്. എടി കൊച്ചിനെ നോക്കട്ടെടി, കൊച്ചിൻ്റെ കൂട്ടത്തിൽ കാറായിട്ട് വന്നപ്പോൾ ഒട്ടക്കത്തെ കാർട്ടൂൺ കാണിച്ചില്ല കേട്ടോ. അതിൽ മുഴുകിയിരിക്കുകയാണ്. ഞാൻ നേരെ തിരിച്ച് അവിടെ നിന്ന് ഇവിടെ വന്നാണ്. വീണ്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് പോട്ടെ. ഒരു ചെറിയൊരു ടെസ്റ്റും കൂടെ ഉണ്ട്, അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവാം. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ സാറിനെ കൊണ്ടുവിടുന്നു, തിരിച്ച് വീട്ടിൽ പോകുന്നു. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. 24-ാം തീയതി ആകുമ്പം റിസൾട്ട് അല്ലേ? കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം കാണിച്ചു സംഭവമൊക്കെ. ഇനിയിപ്പം എൻ്റെ വീട്ടിലേക്ക് പോകില്ലേ? മമ്മി വാ. യെസ് പറഞ്ഞ അതിൻ്റെ അത് കാർട്ടൂണാ, അല്ല മേടിച്ച വണ്ടി കൊണ്ട് കളിയൊന്നുമല്ല. ആ കളിപ്പാട്ട അമ്മ പറഞ്ഞ പോലെ കളിപ്പാട്ടക്കട അങ്ങോട്ട് കണ്ടപ്പം അതങ്ങ് മേടിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. സമയം എത്രയാടി? പിന്നെ സെലക്ട് ചെയ്യാൻ ചുരിദാർ മേടിക്കാൻ പോയല്ലേ. സമയം 1:30. ഞങ്ങൾ വരുമ്പോൾ ഒരു 3 മണിയൊക്കെ ആവുമായിരിക്കും. പോയിട്ട് വരണ്ടേ? സാറിനെ കൊണ്ടുപോണ്ടേ? ആ പോയിട്ട് വരാ. ഇതാ മൈക്കിളിനെ കൊടുക്കടാ. ഏത് വണ്ടിക്കാ? അതടിക്കാം. ദേ സാറ് രോഹിനെ കാണുന്നില്ലേ? ഇവിടെ തുറന്നാക്കില്ലേ? ദൈവത്തെ ഓർത്ത് ഇപ്പുറത്തോട്ട് വാ. മൈക്കിളെ നീ നിന്റെ വണ്ടി പോ. മൈക്കിളിന്റെ വണ്ടി പോവാ.
ഹായ്. അയ്യോ അവന്റെ വിഷമം ഒരു JCB ഒരു മിസൈൽ കുറ്റിയും മേടിച്ചിട്ടാ വരുന്നേ. എന്റെ വിഷമം നോക്കിയേ. ഓ മൈക്കിൾ ബേബി സൂപ്പർ. കൊണ്ടോ അത് കൊണ്ടുപോ. നീ എടുക്കുന്നോ? ഇതൊന്നുമില്ല, ജോസഫ് സാറിന് ഇത് എടുക്കാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പാവം സാറ് ഇതിനകത്ത് കയറാൻ ആഗ്രഹിച്ച വേറെ രീതിയില്ല, പക്ഷെ കയറുന്നത് വേറെ രീതിയായി പോയി. വേനയുണ്ടോ? ഗുളികയല്ലോ ഇതാ കേട്ടോ, മറക്കല്ല, ഞാൻ മറന്നാലും. ഞങ്ങൾ പോവാണേ, ഞങ്ങൾ പോയി സാറിനെ കൊണ്ട് വിട്ടിട്ട് വരാവേ. ഉള്ള സ്വന്തം ആളാട്ടോ, സ്വന്തമായിട്ട് മിസൈല്. അതാ നിന്റെ കയ്യിലാ. എന്റെ ഫോൺ തന്നില്ല ബിരാമി. അതെ, എന്നിട്ട് എന്ത്? ആ ഓക്കെ ഓക്കെ ഓക്കെ, എന്റെ ഫോൺ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, എന്റെ ഫോൺ എന്റെ അടുത്തുണ്ട്, പക്ഷെ നിക്കർ ഒഴിപ്പ്. ലിവിയുടെ മമ്മി എടുത്തില്ലേ? മമ്മി എടുത്ത് കൊടുത്തല്ലേ? അടാ ഞങ്ങൾ പോട്ടെടാ മൈക്കിളെ, ഞങ്ങൾ മാട്രയ്ക്ക് പോകണേടാ. കൈസ് നമുക്ക് പോവാട്ടോ. എന്ത് JCB കൊണ്ടാണ് വന്നേ? മാറിക്കാ ഫ്രണ്ടിൽ വേറെ ഇന്ന് തെറിയേട്ട് ചാകും ആൾക്കാരെ. ഓ റിമോട്ട് ഇന്ന് ആൾക്കാർ തെറിയേട്ട് ഗൈസ്. ഇവനെ പറഞ്ഞു ഇവൻ സമ്മതിക്കത്തില്ല കേട്ടോ, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവനൊന്നും സമ്മതിക്കത്തില്ല ഗൈസ്. ഇനി ഞങ്ങൾ നേരെ ഏറ്റവും വലിയ റിസ്ക് പോകുന്ന വഴിക്ക് 2-3 കട്ടർ വഴിയുണ്ട്, അപ്പം അത് കെയർഫുൾ ആയിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. എന്നാ ആദ്യമായി എന്നെ അടിക്കുക, അതിനുശേഷം ആദ്യമായി അത് കഴിഞ്ഞിട്ട് വണ്ടി. ഇത്ര എണ്ണ പറഞ്ഞു, ഭയങ്കര ഇന്ധനം കുറവാ. ഓടിക്കാൻ പാടില്ല കേട്ടോ ഈ വണ്ടി. പമ്പടിച്ചു പമ്പടിച്ചു പോയി കഴിഞ്ഞാൽ വലിയ കാശ് പോകും. എന്നാ പ്രശ്നം? അത് ഈ വണ്ടി കയറാനാ? ഇതേ വരുന്നു. എങ്ങോട്ടാന്ന് നോക്കിയേ. വിട്ടേടി, നീ വിട്ടേ, നീ കൈ വിട്ടേ. എങ്ങോട്ടാ? ഞാൻ കൊണ്ടുവന്നാ മതിയോ? കേറ്റിക്കോ 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 കേറ്റിക്കോ, കയറാ. ഇങ്ങനൊരു വാശി ആഞ്ചലെ കണ്ടായിരുന്ന സാർ? ഇത്ര വാശി സാറ് കണ്ണൂട്ടുമ്പോ ആഞ്ചല ഓടി വീട്ടിൽ കയറി. ഇത് ഞാൻ കണ്ണൂട്ടോ, ഞങ്ങളുടെ കണ്ണിൽ മുളക് പൊടി അറിയാം. ആ താത്തിക്കട നമ്മൾ കൊണ്ടാക്കി കഴിഞ്ഞാൽ പറ്റൂലേ? പിന്നെ സാറിനെ അത് പിടിച്ചെടുക്കാനുള്ള എനിക്ക് എൻ്റെ തവണ ഗുസ്തിയാ. അമ്മാ അമ്മാ പോടാ, പോവാം. ഗൈസ് ഫൈനലി ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാട്ടോ. ഇനിയിപ്പം നമുക്ക് ഉളിക്കൽ റോഡിലേക്ക് കയറണം. സാറേ ഫൈനലി ഞാനും ലിബിനും ജോസഫ് സാറും അങ്ങനെ ഇരട്ടയിൽ നിന്നും മാട്ടറിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇരിക്കാൻ പറ്റുന്നില്ലേ? എത്രത്തോളം ബൈ ഓടിക്കാൻ പറ്റും നമ്മൾ അത്രത്തോളം ബൈ ഓടിച്ചു. 35-40 ഓടിക്കുന്നത്, പക്ഷെ ബേക്കിലുള്ളവർ എന്നെ സമ്മതിക്കൂല. ഫോണടിച്ച് എന്റെ ട്രൗസർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം സത്യം പറഞ്ഞ ഇരട്ടിന്ന് മാട്ടറിക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 14 കിലോമീറ്റർ. ഗൈസ് സാറിന്റെ വീടിന്റെ തൊട്ടടുത്താണ് കാഞ്ഞിരക്കൊല്ലി, അവിടെയാണ് ശശിപ്പാറ, പിന്നെ അതുപോലുള്ള സംഭവങ്ങളും. സാറിന്റെ അടുത്ത് രാവിലെ വമ്പം തണുപ്പായിരിക്കും, ഈ ഫോറസ്റ്റ് അടുത്തുള്ള നല്ല രസമായിരിക്കും. വേദന ഉണ്ടോ സാറേ? വേദന കുറവുണ്ട്. ഉണ്ടോ? ചെറിയതായിട്ടുണ്ട്. ഇല്ല, അങ്ങനെ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ സഹിക്കാൻ പറ്റുന്നുള്ളൂ, അത്രേ ഉള്ളൂ. നമുക്ക് നേരെ ഇങ്ങോട്ടാട്ടോ വണ്ടിയുണ്ട്. ഈ വഴിയാണ് നമ്മൾ പോകണം. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് ആ റൂട്ടാണ്. ഈ വഴി പോവുകയാണെങ്കിൽ ഉളിക്കൽ, മാട്ര, മണിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളാണ്. ഇതാണ് ഇവിടുത്തെ വയല്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഫുട്ബോൾ കളി. ചെറുപ്പത്തിലൊക്കെ എന്തോ ഫുട്ബോൾ കളിച്ചാന്ന് ഈ സ്ഥലത്ത്. ഇവിടെയാണ് കിട്ടിയേ? ഇവിടുന്ന് അടിച്ചല്ലേ? സാറ് ഏത് ഭാഗമായിരുന്നു? ഞാൻ മോളിൽ നിന്ന് വരുമായിരുന്നു, ചുവന്ന കാർ വന്ന പോലെ. ആ പുള്ളിയോ? പുള്ളി താഴെ നിന്ന് അങ്ങോട്ട് കയറി ഇങ്ങനെ. അപ്പൊ എങ്ങനെ സാറിന് അടിച്ചേ? പുള്ളി കൂട്ടി വീശിയോ? ഇങ്ങോട്ട് വീശിയേ? പുള്ളി നടുക്ക് കൂട്ടി വന്നു, ഇപ്പുറത്തെ സൈഡിൽ കൂടി പോകുന്നതിന് നടുക്ക് കൂട്ടി വന്നു. ല്ലേ? പുള്ളി ഇവിടുന്ന് നേരെ മേലോട്ട് പോവാ, എങ്ങോട്ട്? വള്ളിത്തോട് ഭാഗത്തോട്ട്. സാറ് ഇവിടെ നിന്ന് ഇറങ്ങി വരുവാ. അപ്പൊ ഇങ്ങനെ കൂട്ടി വന്നിടിച്ചല്ലേ? സാർ ഇങ്ങനെ ഇങ്ങോട്ട് തിരിയാൻ വേണ്ടി നിർത്തി. അപ്പം കിട്ടിയല്ലേ? സാറ് CCTV തരാന്ന് പറഞ്ഞു. കിട്ടും. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ സാറിനെ വിട്ടു. സാറിനെ എങ്ങനെ വീട്ടിൽ കയറ്റി സാറിന് 3 മാസം കിടപ്പായി പോയി. 3 മാസം ഇനി സാറ് കിടപ്പ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ക്രാക്കാണ്. ക്രാക്കല്ല, പൊട്ടലും ഉണ്ട്. ക്രാക്കാണ്, കുഴപ്പമില്ല, നല്ല പൊട്ടലുണ്ട്. അല്ല അങ്ങനെ വലിയ പൊട്ടലടാ, ആ ജോയിന്റ് ആയതുകൊണ്ട് പിന്നെ സാറിന് ശരീരം കൂടുതലല്ലേ, അപ്പൊ അതിൻ്റെ ഒരു ചെറിയ വിഷയം, അത്രേ ഉള്ളൂ. എന്തായാലും നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോയിട്ട് വൈകുന്നേരം വരണം. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറിനൊരു വീൽ ചെയർ എടുക്കാണ്ട്. അവിടെ ഒരു വീൽ ചെയർ ഉണ്ട്, അപ്പോൾ ആ വീൽ ചെയർ കൊണ്ട് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. നമ്മളെന്തോ ദൈവാനുഗ്രഹത്തിൽ നമ്മളിവിടെ ഉണ്ടായിരുന്നു. സത്യം കേട്ടോ,
അതെ സാറ് പിള്ളേരെ ഇപ്പൊ പരീക്ഷ നടക്കല്ലേ, പിള്ളേരുടെ പരീക്ഷ എല്ലാം കുളമായിപ്പോയി. അല്ലെന്നേ ഈ കാലാണ് സാറിന്റെ പ്രശ്നം. എടുത്തു വെക്കാൻ ഇതുകൊണ്ട് ഒരാൾ വേണം. ഇപ്പൊ ചേച്ചി മാറി കഴിഞ്ഞാലേ പിള്ളേർക്ക് സ്കൂളിൽ പോകണ്ടേ. അതെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇനി വീട്ടിൽ ചെല്ലാം. വൈകുന്നേരം 3:18. അപ്പം ഇവിടുന്ന് നമ്മൾ നേരെ ഇനി നമ്മുടെ വീട്ടിലെത്തണമെങ്കിൽ എന്തായാലും ഒരു 1/4 മണിക്കൂർ എന്തായാലും എടുക്കും. ഇല്ലാടാ പിന്നെ അതെ, ഇനി അവിടെ പോയിട്ട് ഇനിച്ചോണ്ട് ലൈറ്റ് ഉണ്ട്, ലൈറ്റ് ഇടണം. എന്നിട്ട് നേരെ ഇനി തിരിച്ചു വരണം. ഓക്കെ, ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി. ഇന്നും കൊണ്ട് പരിപാടി തീർക്കണം. എന്നിട്ട് ഇവിടെ വൃത്തിയാക്കണം. ഒരു 2-3 ബൾബും കൂടി ഉണ്ട്, അതും കൂടി ഇട്ടാൽ മതി. ബാക്കിയെല്ലാം ട്രീക്ക് എടുക്കാം. ഇതാണ് അതിൻ്റെ ഫ്രെയിം. അതേ ഇരിക്കുന്നു ട്രീ അല്ല, മറ്റേ സാധനം. ആ സാധനത്തിൻ്റെ പേരാണ് അല്ല, അത് ക്രിസ്മസ്. അത് തന്നെ. ഓ, അഭിരാമി ഇവിടെ മഴ പെയ്യുന്നോർത്ത് ഇവിടെ കൂടിട്ട് കേട്ടോ. ഇതെൻ്റെ ലേസറാ കേട്ടോ. ഇത് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചേ, മറ്റേ വണ്ടിക്ക് വേണ്ടി മേടിച്ചേ ലേസർ. ആ ലേസർ ഗൈസ്, ഇത് കണ്ടോ, ഫുൾ ബൾബോഷ്. ഇവിടെയൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ കുറേ സ്ട്രിപ്പ് അതിൻ്റെ അകത്തോട്ട് പോകുന്നുണ്ട്, നിങ്ങൾക്ക് കറക്റ്റ് കാണാം. പിന്നെ ഇവിടെ ഉണ്ട്, പിന്നെ ഇതുണ്ട്, ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ വണ്ടിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വീടിന് ചെയ്യാൻ പറ്റൂലോ. വീട് മോഡിഫിക്കേഷൻ. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് ആ ഒരു സാധനം കണ്ടോ ലൈന്, അത് ഫുള്ള് സ്ട്രിപ്പാണ്. ഇവിടെ ലൈനുണ്ട്, പിന്നെ മേളിലുണ്ട് കേട്ടോ. ഇതിൻ്റെ മേളിൽ ഇവിടെ അതിൻ്റെ മേലുണ്ട്, അതിൻ്റെ മേളിൽ മറ്റേ സോളാറിലുണ്ട്. പിന്നെ ഇതൊക്കെ പോകുന്ന ലൈറ്റുകളാണ്. ഇതുണ്ട്, രാത്രി ഇതെല്ലാം മിന്നും. ഇതുണ്ടോ, ഈ പോകുന്ന ഇത് കാണുന്ന മൊത്തം ലൈനാണ്. അങ്ങോട്ട് വെറൈറ്റി സാധനങ്ങളാണ്. ഞാൻ ഇന്നലെ ഒരു ദിവസം ഇല്ലാത്തപ്പോൾ നീ മൊത്തം പണി കൊടുത്തല്ലേ. ഞാനും അപ്പനും കൂടെ നിന്ന് തീർത്തു. അപ്പോൾ അങ്ങനെ അവിടെ ഇട്ടു. പിന്നെ അതേപോലെ തന്നെ അക്കോഡിൻ്റെ കാറ്റ് കുറഞ്ഞതല്ല, അതിന് ഇത്രേ കാറ്റുള്ളൂ. പിന്നെ ഒന്ന് വാട്ടർ സർവീസ് എടുക്കണമല്ലോ. ഇത് ഓമൻ ചെയ്താലോ, ഈ വീടിന് അത് മാറണേ, ചെറിയ കാര്യങ്ങൾ. പിന്നെ ഒരു സെൻസർ ഇല്ലേ, അതിൽ കയറ്റണ്ടേ ഗൈസ്. ഇത് കണ്ട, ഇതേ ലൈസറേഷ്. ഇതുണ്ടോ, ഇത് ലൈസർ. ഇത് അഭിരാമി കാണിച്ച ഒരു കാര്യം നല്ല കേട്ടോ. ഈ വെള്ളം കയറി കഴിഞ്ഞാൽ ലൈസർ അടിച്ചില്ലേ, ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ലേസർ വെച്ചു. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ പരിപാടിയും കഴിഞ്ഞു. പക്ഷെ സ്റ്റാർ എനിക്കത്ര തൃപ്തി വന്നിട്ടില്ല. എന്താ ചെയ്യാ, സ്റ്റാർ വേണേ ഊരിയിട്ട് നമുക്ക് സാധാ സ്റ്റാർ ആക്കണം വലിച്ചിട്ട്. ഏയ് അതിന് പോരേ, അത് അങ്ങനെ തന്നെ നിൽക്കുന്നതാണോ നല്ലടാ. നോക്കട്ടെ, ഭംഗിയുണ്ടോ നോക്കട്ടെ. അത് നല്ല സ്റ്റാർ, അത് മതി. രാത്രി ആര് കാണാനാ ഫ്രെയിം, പകലല്ല ഫ്രെയിം കാണാൻ പറ്റുള്ളൂ. ഓ, പപ്പ വേറെ ലൈനൊക്കെ ഇട്ടല്ലേ അതിൻ്റെ ഇടയ്ക്ക്. അപ്പേഷ് ഇവിടെ വേറെ സാധനം. എൻ്റെ റൂമിന് ഇതില്ല, അടയ്ക്കാൻ പറ്റില്ല. അതിനാ ഫുള്ള് ബന്ധൻസിന് നിങ്ങളെല്ലാം മൊത്തം തുറന്നു വിട്ടില്ലേ. ഈ വണ്ടി എല്ലാം ഇറക്കി നിരത്തുവാണെങ്കിൽ ഈ ബസ് ഇങ്ങോട്ട് ഒതുക്കി വെക്കാം. ഒരു കാര്യമുണ്ട്, ഇനി ഒരു വണ്ടിയും കൂടെ വരാം. ഇനി 3 വണ്ടി വരാണ്ട്, എവിടെ ഇടുന്ന ഞങ്ങൾ ഓർത്തിരിക്കുന്നു അല്ലേ. സ്ഥലമില്ല. അല്ല, ബസ് പോകില്ല അപ്പത്തേക്കും. അപ്പം മറ്റേ SML ബേക്കിലിടാം. എന്തായാലും നമുക്ക് ഗാരേജ് മസ്റ്റ് ആട്ടോ. ഗ്യാരേജില്ല പരിപാടി നടക്കില്ല. കാരണം ഇത്രയും വണ്ടി ഉള്ളതുകൊണ്ട് വീട്ടിൽ ഒരു വണ്ടി 2 വണ്ടി കൂടുതൽ ഇടുന്ന പോലെയല്ല. കാരണം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊച്ചുങ്ങളും ഇവരൊക്കെ ഓടി നടക്കാൻ. അതെ, പറയാൻ പറ്റുമോ. അപ്പം ഒരു ഗ്യാരേജ് മസ്റ്റാണ് വണ്ടിയെല്ലാം ഇടാൻ വേണ്ടി. ഇത് കൂടാതെ ഞങ്ങൾക്ക് വേറെ 2 പദ്ധതിയും കൊണ്ടുണ്ട്, വേറെ 2 വണ്ടി. അതും നമുക്ക് കരസ്ഥമാക്കണം. 2026 നമുക്ക് തൂക്കണം. 25 പോയി, അല്ല 22 പോയി, 23 പോയി, 24 പോയി, 25 പോയി, 26 കൊണ്ട് തുടങ്ങണം. അല്ല 26 നമുക്ക് പിടിക്കണം. പിന്നെ ഇത് നമ്മളിപ്പോൾ ഓരോന്ന് ചെയ്ത് തീർക്കട്ടെ, അല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നിൽക്കും. പിന്നെ വാ പോയി ട്രീ എടുത്തോണ്ട് വരാം. ട്രീ ഇവിടെ വെച്ച് സംഭവം കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ നമുക്ക് അഭിരാമി കേൾക്കുമ്പോൾ ചെയ്താൽ നമുക്ക് പണി കുറയാം. അഭിപ്രായങ്ങൾ മാത്രം മതി. അല്ല ഇതിനകത്ത് ഞാനും പണിയെടുക്കൂല, നീയും പണിയെടുക്കും. അല്ല, ഞാൻ വെച്ചോളൂ. ഒന്നേലും ഇവിടുന്ന് തുടങ്ങാം, അല്ല അപ്പുറത്ത് വെക്കാം. എവിടെ വെക്കണ്ടേ? മറ്റേ നിന്റെ റൂമിൻ്റെ അവിടെ മേളിൽ വെക്കാം, ഇവിടെ വെക്കാം. അവിടെ വെച്ചാൽ പറ, ഇവിടെ കൊച്ചു തറക്കൂലേ. എവിടെ വെക്കുക, അതൊന്നും തീരുമാനം നോക്കാം. നമുക്ക് അഭിപ്രായം കൂടെ ഒരു 6 മണി തളിച്ചു പോയപ്പോൾ സാധനം വെക്കണേ. ഇല്ല മൈക്കിലിട്ട് കഴിഞ്ഞാൽ പരിപാടി നോക്കില്ല. അല്ല പിന്നെ ഇവിടെ വെക്കണം. അവിടെ ചാരി കാണാനാ. അല്ല പിന്നെ അവിടെ നിന്റെ അവിടെ ഫ്രീ ആയിട്ടിരിക്കുന്ന വെക്കണം. ബസ്സിന് മേളിൽ കയറ്റി തരാം. എന്നിട്ടോ ബസ്സിന് കയറി സിമ്പിളായിട്ട് കയറാം. എന്നിട്ട് അതിൻ്റെ മേളിൽ സെറ്റാക്കാം. ട്രീ ഇവിടെ വെച്ചാൽ ട്രീ ബസ്സിന് മേളിൽ കയറ്റാനെ. ഇതോടുകൂടി നമ്മുടെ ലൈറ്റ് പരിപാടി കഴിഞ്ഞാട്ടാ. ഒന്നും വേണ്ട, കൊച്ചു പണിയെടുക്കും, കൊച്ചു കളി. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ബസ്സിന്റെ മേളിൽ കയറുക, ആ ബസ്സിന് മേളിൽ ട്രീ സെറ്റാക്കുക. അതിൻ്റെ ആവശ്യമില്ല. കാറ്റത്ത് പോടാ, അത് സെറ്റാക്കിയാൽ പറയാം. 4 ദിവസത്തെ പരിപാടിയല്ലേ ഉള്ളൂ. 4 ദിവസത്തെ പരിപാടി. ഇവിടെ വെക്കാം. പരിപാടി തുടങ്ങാം. ബാക്കി ലൈറ്റുകളൊക്കെ, ബാക്കിയുള്ള ലൈറ്റുകളൊക്കെ ഓരോന്നോരോന്ന് കത്തുന്ന് നോക്കിയിട്ട് ലാസ്റ്റ് വിരിക്കാം. ഏകദേശം തീരാറായി. ബാ, മറ്റേ ലൈറ്റ് ഇവിടെ വെക്കണം, ഇവിടെ വെക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. നിന്റെ റൂമിൻ്റെ അവിടെ വെക്കാം. ഈ ലൈറ്റോ, ഈ ലൈറ്റൊക്കെ എന്നാ ചെയ്യുക? ഇതൊക്കെ എവിടെയെങ്കിലും വെറുതെ തൂക്കിയിട്ടായിരുന്നു. ഇതൊക്കെ എത്ര സെറ്റ് ഉണ്ട്? 5 എണ്ണം.
പിന്നെ ഇവിടെ കുറച്ച് സ്ട്രിപ്പുകൾ കിടപ്പുണ്ട്. ഇത് ഡൽഹിയിൽ 40 രൂപ ഉള്ളു, 40 രൂപ ഒരെണ്ണത്തിന്. അല്ലേ ഭയങ്കര ഡൽഹി ചീപ്പാട്ടോ. എന്തോ ചെയ്യാതെ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എത്ര ലൈറ്റ് കൊണ്ട് എടുക്കണം? അവിടെ ഉണ്ട്, അവിടെ മേലോട്ട് പോവാം. കഴിഞ്ഞ വർഷത്തെ ലൈറ്റ് ഇല്ലാണ്ട് പക്ഷേ ലൈറ്റ് ഉണ്ടായിട്ട് എങ്ങനെ ഇടുന്നോണ്ടിരിക്കും അല്ലേ? ഇത് അഭിരാമി കേട്ടോ, ഈ കാണുന്ന വാട്ടർ എന്നാ പറയുന്നത് വാൾപേപ്പർ സെറ്റപ്പ് ആയിട്ടുണ്ടേ. ചെറിയ പൈസക്ക് മേടിച്ച് ചെയ്താ. പക്ഷെ വേറെ കാര്യമുണ്ട്, അടുത്തൊന്നും നോക്കരുത്. അടുത്തൊന്നും നോക്കില്ല, ലോങ്ങിയ വിഷയമൊന്നുമില്ല. അടുത്തൊന്നും ഇത് ഓൺലൈനിൽ സുമാറ് പൈസ ഉള്ളു കേട്ടോ. സ്ക്വയർ ഫീറ്റിന് 5 രൂപ 3 രൂപയ്ക്ക്. PS5 ഒക്കെ കളിച്ച ദിവസങ്ങൾ മറന്നു കേട്ടോ. ഓക്കെ, ഒരുത്തൻ വന്നു ഒരു പച്ച നോക്കാൻ ചെയ്ത് നശിപ്പിച്ചു. നാരണക്കല്ലാക്കിട്ടേക്കുക പൈസ. ഓരോ വണ്ടികളാന്ന് പറയാം പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ഓരോ ബക്കറ്റ് കൂട്ടിയിട്ടേക്കുക കേട്ടോ. പണിത കാലം തൊട്ടുള്ള ഒരു കുഴപ്പമില്ല. വീടിൻ്റെ ഉള്ളിൽ കുറച്ച് സെറ്റപ്പ് ചെയ്യാനുണ്ട്. ഇല്ല ലിപി, ഒന്ന് മുണുക്കാനുണ്ട്. മൊത്തത്തിലൊന്ന് മുണുക്കിയെടുക്കണം. ബാ മേലോട്ട് വാ. ട്രീ എവിടെ ആയിരിക്കും എനിക്കറിയാം. ബാ. അതുപോലെ തന്നെ തിയേറ്ററും ഇന്ന് നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് എല്ലാം കുളമായി കിടക്കുക. എല്ലാം ലെവലാക്കണം. ഇനി ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട്, അത് മൊത്തം എടുത്ത് നമുക്ക് സെറ്റപ്പ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് മൊത്തം അതുപോലെ ഈ ലൈറ്റ് പോയി. ഈ ലൈറ്റ് ഒന്ന് ശരിയാക്കണം. ഞാൻ ഈ പ്രാവശ്യം 2-3 ലൈറ്റും എടുത്തിട്ടുണ്ട്. അതുപോലെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓട്ടത്തോടോട്ടമായിരുന്നു. ഇത് കണ്ടോ ഈ സാധനം. ഇതേ അപ്പോൾ ഇതൊക്കെ പോയി പോയിട്ടൊന്നുമില്ല. ചെറിയൊരു നർമ്മങ്ങൾ, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ ലൈറ്റുകൾ കണ്ടോ, മോഡിഫിക്കേഷൻ ചെയ്തോട്ടെ വീടിന്. വീട് മൊത്തം ലേസർ മയം അല്ലേ ഗൈസ്? ഇനി ഇടാത്ത സാധനങ്ങൾ വളരെ കുറവാണ്. നോക്കിയേ, കണ്ട ഗൈസ്, കണ്ട ഗൈസ്. ഇനി അതൊന്നും അല്ല കേട്ടോ, അപ്പുറത്തോട്ട് ചെല്ലട്ടെ ഗൈസ്. ഇനി അപ്പുറത്തോട്ട് ചെല്ലാൻ നേരത്താണ് അടുത്ത് കാണാൻ വേണ്ടി പോകുന്നത്. നേരെ ഫ്രണ്ടിലേക്ക് തിരിച്ച് ഇത് കണ്ടോ, ഫ്രണ്ടിൽ കുറേ ഈ ലൈറ്റ് ഉള്ളതുകൊണ്ട് കേട്ടോ. ഈ ലൈറ്റ് ഉള്ളതുകൊണ്ട് അത് വലുതായിട്ട് കാണാത്ത. ഈ ലൈറ്റ് ഓഫ് ആക്കട്ടെ. കണ്ട ഗൈസ്, കണ്ട. ഇത് കാരണം ഇപ്പൊ മണി കിട്ടി. എന്നാ CCTV ലൈറ്റ് കത്തുന്നില്ല രാത്രിയില്. ഗൈസ് ഇവിടെ എല്ലാം പല ടൈപ്പ് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലൊക്കെ ആ വാഴ ഉള്ളതുകൊണ്ട് പലതും കാണാത്ത. എന്താ സെറ്റപ്പ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇനി ഉള്ളിലേക്ക് ഗേറ്റ് പറഞ്ഞേ. അല്ല, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ? ആ മേളിൽ കാണുന്ന ലൈറ്റ് ഇല്ലേ, കണ്ടോ? ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഇവിടെ കണ്ടോ ഗൈസ്, ഫുൾ മോഡിഫിക്കേഷൻ ഗൈസ്. ഇവിടെ കണ്ടോ, ഇവിടെ ഇതിങ്ങനെ കുറേ ട്യൂബ് ഉണ്ട് കേട്ടോ. കുറേ മൾട്ടി കളറിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെയുണ്ട്. ഇതങ്ങനെ 5 എണ്ണം ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെയുണ്ട്, ഇത് കണ്ടോ, ഇവിടെയുണ്ട്. ഇനി ബാക്കി സാധനങ്ങളൊക്കെ അഭിരാമി എടുത്തു നോക്കുക കേട്ടോ. പിന്നെ അപ്പുറമൊക്കെ ഉണ്ട് കേട്ടോ, വീടിൻ്റെ സൈഡിൽ അവിടെയൊക്കെ ലേസർ ഇട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, ഒന്ന് സൂം ചെയ്ത് കാണിച്ചത്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ സാധനങ്ങൾ കിടപ്പുണ്ട്. ഇനി അതിൻ്റെ അപ്പുറത്തെ മതിൽ അത് നിർത്തി ബാക്കി ലൈറ്റുകളൊക്കെ എടുത്തു നോക്കുക കേട്ടോ. കുറേയൊക്കെ ഇനിയും ബാലൻസ് ഉണ്ട്, പക്ഷേ ഇടുന്നില്ല. ക്രിസ്മസ് ട്രീ ഇടുന്നുണ്ടോ നീ? അത് നിൻ്റെ ഉത്തരവാദിത്വം. ഗൈസ്, അതായതേ ഇത്രയും സാധനം ഈ ലൈറ്റ് ആണോ? ഇത് കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ വിട്ടുപോയി. ഏത് ഇതോ? ആ മുട്ട ലൈറ്റോ? അതൊക്കെ നല്ലതാ. ഇതൊക്കെ പോയതാ? അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളോടെ ഇനി മാറ്റമുള്ളൂ. മക്കള് നിക്കറ് കിട്ടി. നിക്കറിട്ടേനെ കാർച്ചയാണോ? മാമ നിങ്ങനെ ഇന്ന ഗൈസ്. നാളെ ഞങ്ങൾ റെസ്റ്റാണ്. നാളെ വീഡിയോ ഉണ്ടാകുന്നതല്ല, നാളെ കഴിഞ്ഞ് പോലെ നമ്മൾ വീഡിയോ തുടങ്ങുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ വേണ്ടി ഇങ്ങനെ ഇരിക്കാം. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.